കൂടിയുണ്ട്. LPG ക്ഷാമം രൂക്ഷമായതോടെ നാട്ടിലെങ്ങും വിറകിന് ഡിമാൻഡ് കൂടുകയാണ്. മുമ്പത്തേതിലും ഇരട്ടി ആവശ്യക്കാരാണ് വിറക് അന്വേഷിച്ച് വിളിക്കുന്നതെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. നിലവിൽ വില വർദ്ധിപ്പിക്കാൻ ആലോചിച്ചിട്ടില്ലെന്നും സാഹചര്യമനുസരിച്ച് തീരുമാനിക്കുമെന്നും മലപ്പുറത്ത് വിറക് കച്ചവട മേഖലയിലുള്ളവർ വ്യക്തമാക്കി. പാചകവാതക ക്ഷാമം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കൂട്ടിയ ഒരു മേഖലയാണ് വിറക് കച്ചവടം. സാധാരണയിൽ കവിഞ്ഞുള്ള ഓർഡറുകളാണ് ഇപ്പോൾ വിറക് വിൽക്കുന്ന ഇടങ്ങളിലേക്കൊക്കെ എത്തുന്നത്. നമ്മൾ നിൽക്കുന്നത് മലപ്പുറം കോണമ്പാറയിലാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിറക് വിൽപ്പന കേന്ദ്രത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ ഒപ്പം സുബൈർ മിൻസാഫും ചേരുന്നുണ്ട്. ഇവരാണ് ഇത് നടത്തുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ പാചകവാതക ക്ഷാമം തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഓർഡർ കൂടുതലായിട്ട് വരുന്നുണ്ടോ? ഓർഡർ കൂടുതലായി വരുന്നുണ്ട്. പിന്നെ നോമ്പായിട്ട് ഇപ്പോൾ നോമ്പ് കഴിഞ്ഞതിന് ശേഷം കുറേ ഓർഡർ എടുക്കാനുണ്ട്. ഈ സാധാരണത്തേക്കാൾ എത്ര വിളിയധികം വരുന്നുണ്ട്? എത്ര ഓർഡർ വരുന്നുണ്ട് അധികം ഗ്യാസിൻ്റെ ഷോർട്ടേജ് വന്നതിന് ശേഷം? അത് നമുക്ക് ആദ്യം ട്രിപ്പ് ഉണ്ടായിരിക്കും എന്നാണ്. പിന്നെ ഫോൺ ഇങ്ങനെ വന്നുകൊണ്ട് ഇപ്പോൾ ഡബിൾ വരുന്നുണ്ടോ? ഡബിൾ വരുന്നുണ്ട്. മുമ്പത്തേക്ക് ഡബിൾ വരുന്നില്ല. എന്തൊക്കെ വിറക് നമ്മളിവിടെ കൊടുക്കുന്നത്? വിറക് മൂച്ചി, പ്ലാവ്, മറ്റേ മാക്കണി ഐറ്റംസൊക്കെ ആയിട്ട് പിന്നെ റബ്ബറായിട്ട് ഉണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈടാക്കണ വില? എത്രയാണ് വില? ഇപ്പോൾ നമ്മൾ ഒരു വണ്ടി അളവിലാണ്. എങ്ങനെ ഏത് വണ്ടിയിൽ? ചെറിയ വണ്ടിയിലാണ്? ചെറിയ വണ്ടി. ഇപ്പോൾ അത് 2500. നമ്മളിപ്പോൾ ഒരു 3 കിലോമീറ്റർ നമ്മൾ സൈറ്റിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ അതിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ 2500 ഇറക്കി കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ദൂരമൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച്. എല്ലാ വിറകിനും ഒരേ വിലയാണോ? അല്ല, റബ്ബറിന് കൂടും. അതിനെത്ര വരിക? അത് 300 രൂപ 3000 രൂപ ആ റേഞ്ചിൽ വരും. മറ്റേക്ക് 2500 ആ റേഞ്ച്. ഇതിപ്പോൾ ഈ ഗ്യാസിൻ്റെ ഷോർട്ടേജ് വന്നതിന് ശേഷം വില കൂടിയിട്ടുണ്ടോ? വില കൂടിയിട്ടില്ല. ഒരു സാധനം നമ്മളിപ്പോൾ വിറക് കിട്ടാനില്ല. കൊത്താനും വേണ്ടി വിറക് കിട്ടാനില്ല. ഇപ്പോൾ എല്ലായിടത്തും വിളി വരുന്നതുകൊണ്ട് ധാരാളമായിട്ട് പോകുന്നുണ്ടാവില്ലേ? ധാരാളം. വീടുകളിൽ നിന്നൊക്കെ വിളി വരുന്നുണ്ടോ? വീടുകളിൽ മുമ്പ് അത്ര വന്നിരുന്നില്ല അല്ലേ? കമ്മിയായിരുന്നു. എന്നാലും ഇപ്പോൾ കൂടിയിരിക്കണം. വീടുകൾക്ക് ഏത് വിറകാണ് കൊടുക്കുന്നത്? വീടുകൾക്ക് അടുപ്പൊക്കെ പറ്റിയ ചെറിയ വിറകുണ്ട്. അടുപ്പൊക്കെ മാത്രമായിട്ടുള്ള ഉണ്ട്. അവിടെ ഉണ്ട്. അത് അടുപ്പിൽ കൂട്ടാൻ അടുപ്പൊക്കെ പറ്റിയത്. പിന്നെ നമ്മളെ പരിപാടിക്ക്, ഈ ഹോട്ടലിക്ക്, കാറ്ററിംഗ് സർവീസിനൊക്കെ വലിയ അടുപ്പുകൾ, വലിയ കൊള്ളികൾ. അതിനൊക്കെ ഒരേ വില തന്നെ? പിന്നെ റബ്ബറിനൊക്കെയാണ് വില വ്യത്യാസം. റബ്ബർ എന്താ കൂടാൻ കാരണം? വില കൂടാൻ പെട്ടെന്ന് കത്തണോണ്ടാണ്. അത് പച്ചയാണെങ്കിൽ പച്ചയും കത്തും, അങ്ങനെ കത്തും. ഇനിയിപ്പോൾ ഈ പെരുന്നാളൊക്കെ ആയിട്ട് വരുമ്പോൾ എങ്ങനെ മുൻകൂട്ടി ആൾക്കാർ ഇപ്പോൾ ഓർഡർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടാവും. കാറ്ററിങ്ങിനൊക്കെ ആയിട്ട് ഫുള്ള് ഓർഡറാണ്. ഇപ്പോൾ അടുത്ത ഏപ്രിലൊക്കെ കാണുമ്പോൾ കല്യാണം ഉണ്ട്. ഇപ്പോൾ ഫുള്ള് ഓർഡർ ചെയ്ത് കിട്ടും. കഴിഞ്ഞ ദിവസം കാറ്ററിംഗുകാരെ കണ്ടപ്പോഴേ അവർ പറഞ്ഞത് ഈ പെരുന്നാളാകുമ്പോൾ ഇനി എങ്ങനെ ബിരിയാണി വയ്ക്കും, ഗ്യാസ് കിട്ടാത്തതുകൊണ്ടേ ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി ആൾക്കാർ പറയാൻ തുടങ്ങിയോ വിറക് വേണമെന്ന്? മുൻകൂട്ടി തന്നെ ഇപ്പം തന്നെ കോളുകൾ വരുന്നുണ്ട്. പല ഇങ്ങനെ ബുക്ക് ചെയ്ത് 28-ാം തീയതി പരിപാടി ഉണ്ട്, ഇത് വാർഡ് എത്തിച്ചോണ്ടാകുന്ന ഒരു കൊട്ട വണ്ടി, അങ്ങനെ 2 വണ്ടിയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മലപ്പുറത്തിന്റെ എല്ലായിടത്തും വിറക് വരുന്നുണ്ടോ? നമുക്ക് മലപ്പുറത്തിന് ഇവിടെ തന്നെയാണ് എടുത്തുനിന്നൊക്കെ വിറകുണ്ട്. ഇപ്പൊ വില കൂടുമോ എന്നുള്ളതാണ് അറിയണ്ടല്ലേ? വില കൂട്ടേണ്ടി വരുമോ? കൂട്ടേണ്ടി വരും. ഇങ്ങനെ സാധനം കിട്ടാനില്ല. ഡിമാൻഡ് കൂടുകയാണ്. എന്തായാലും ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലൊന്നും വല്ലാതെ കൂടില്ലെന്ന് വിചാരിക്കല്ലേ? എന്തായാലും നോമ്പൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആലോചിക്കാം. ഇത് എല്ലായിടത്തും ഒരേ വില തന്നെയാവൂലേ? വ്യത്യാസം. എങ്ങനെയൊക്കെയാ വ്യത്യാസം വരിക? അത് ചില ആപ്പ് വണ്ടികൾക്ക് വലിപ്പമുള്ളത് അനുസരിച്ച് വില കൂടും. വണ്ടിക്ക് അനുസരിച്ച് എത്ര വ്യത്യാസം? എങ്ങനെയാകും? ഇപ്പൊ നമ്മളെടുത്ത് നമ്മൾ സാധാരണ വേറെ ഓരോ വണ്ടികൾ ചകിരിയും ചിരട്ടയൊക്കെ ഉണ്ട്. അതിനൊക്കെ എങ്ങനെയാ വില വരുന്നത്? അതൊക്കെ വണ്ടികളെ തന്നെ. അതന്നെ എത്ര വരിക? 800 രൂപ ചേരി. ചകിരിക്കാണ്. പിന്നെ തൂക്കം എത്ര കിലോ? കിലോന് 30, 32 പല റേറ്റിൽ ഇങ്ങനെ ദിവസം കൂടി വരും. ചിലപ്പോൾ കുറയും. വില കൂടുതലുണ്ടാവും? കൂടി വരുന്നുണ്ടോ? കൂടി വരുന്നുണ്ട്. എത്ര കൂടിയാണ് ഇപ്പോൾ? ചേറ്റക്ക് 34 രൂപയൊക്കെയാണ് കിലോന്. എത്രയായിരുന്നു ആദ്യം? 28, 29, 34 കൂടും. എന്താണെങ്കിലും ഈ ഗ്യാസിന്റെ ഷോർട്ടേജ് ഒരു തരത്തില് നിങ്ങൾക്ക് കച്ചവടം കൂടുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോ ഇതേ അവസ്ഥ തുടർന്ന് എന്താവെന്ന് പറയാൻ പറ്റില്ലല്ലേ? അതെ. അതാണ് ഇതിന് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഗ്യാസിൻ്റെ ഒരു പാചകവാതക ക്ഷാമം ശരിക്ക് ഒരു തരത്തിൽ ഇവർക്ക് ഗുണമാണ്. പക്ഷേ ആളുകളെ സംബന്ധിച്ച് ഇനി വിറകും അതിൻ്റെ വിലയും കൂടി കൂടുന്ന ഒരു സാഹചര്യം ഏറെ വൈകാതെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇപ്പോഴൊക്കെ വില കൂട്ടിയിട്ടില്ല. പക്ഷേ ഇനിയും ഇതേപോലെ ഡിമാൻഡ് കൂടുകയും അതേപോലെ ഈ വിറകിന് കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിറകിൻ്റെ വിലയും കൂടിയേക്കും എന്നൊരു കാര്യമാണ് ഈ രംഗത്തുള്ളവർ പങ്കുവയ്ക്കുന്നത്. അഖിലോട്ട് പറയൊപ്പം CV അനുമോദ്, News 18.
വിറകടുപ്പുകളിലേക്ക് ആളുകൾ തിരിച്ചു പോകുന്ന അസാധാരണമായ സാഹചര്യം ഒരിക്കലും നമ്മുടെ പുതിയ തലമുറ മലയാളിയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന്. അപ്പോൾ വേണ്ടാതെ കിടന്ന വിറകിന് ഇപ്പോൾ ആവശ്യക്കാർ ഏറെയാണ്. വില കൂടുന്നുണ്ട്. നാട്ടിൻപുറങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും വിറക് വെച്ച് ഭക്ഷണം ഉണ്ടാക്കുന്ന ഹോട്ടലുകളൊക്കെ ഉണ്ട്. പക്ഷേ സിറ്റി മേഖലയിലൊക്കെ അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള വിവരം കൂടി ഏറ്റവും നിർണായകമാണ്. ഒപ്പം വിറക് കച്ചവടക്കാർക്ക് കോളടിച്ച മട്ടുമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.